ജനുവരി 1 ചരിത്രം രേഖപ്പെടുത്തുക വർഷാരംഭമായിട്ടാണ്. എന്നാൽ തിരുസഭ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദൈവമാതൃത്വ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് ഈ ദിനത്തെ അടയാളപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ അടയാളപ്പെടുത്തലുകളും രേഖപ്പെടുത്തലുകളുമൊക്കെ നിത്യസംഭവമാണ്. ലോകത്തിൽ ഭൂരിഭാഗം ജനങ്ങളും അവരുടെ സാധാരണ ജീവിതത്തിലൂടെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ, എന്നാൽ നമ്മിൽ ചിലരെങ്കിലും അവരുടെ അസാധാരണ ജീവിത രീതിയിലൂടെ ചരിത്രത്തെ അവരുടെ ഭാഗമാക്കി മാറ്റുന്നു. ചരിത്രം അറിയപ്പെടുക അവരിലൂടെയാണ്. ഈ കൂട്ടരിൽ പരിശുദ്ധ കന്യകാമറിയം മുൻനിരയിൽ തന്നെയാണ്. പാപക്കുഴിയിൽ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം തൻ്റെ ഏകജാതനെ, തൻ്റെ ദൈവകുമാരനെ വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനം ചെയ്യപ്പെട്ട ദൈവകുമാരൻ, രാജകുമാരൻ തങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു വരണമെന്ന് അനേകർ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. നീണ്ടകാല കാത്തിരിപ്പിനൊടുവിൽ ആ രക്ഷാകര ചരിത്രത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ആരംഭവും പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ആരംഭിക്കുന്നു. ദൈവകുമാരൻ്റെ മാതാവാകുവാനായി കൊട്ടാരങ്ങളിലും മണിമാളികകളിലും രാജ്ഞിമാരും രാജകുമാരിമാരുമൊക്കെ നോൻപെടുത്തു കാത്തിരുന്നു. എന്നാൽ ഒരു സാധാരണ പെൺകുട്ടിയായ മറിയത്തിൻ്റെ അടുത്തേക്കാണ് ദൈവദൂതൻ അയക്കപ്പെടുന്നത്. തൻ്റെ ആഗമന ഉദ്ദേശം അറിയിച്ച മാലാഖയ്ക്ക് മുൻപിൽ ഒരു നിമിഷം അതിശയിച്ച് അത്ഭുതപ്പെട്ടു പോയ നിന്ന പെൺകുട്ടിയാണ് പരിശുദ്ധ കന്യകാമറിയം. എങ്കിലും ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് വളരെ തീക്ഷ്ണതയോടും ദൃഢനിശ്ചയത്തോടും പറയുവാൻ കന്യകാമറിയത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അവളെ ദൈവമാതാവായി ലോകം വണങ്ങുന്നത്. കേട്ടുകേൾവി പോലുമില്ലാത്തൊരു സംഭവമാണ് തൻ്റെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ കന്യകാമറിയം ലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവ തിരുമുന്നിൽ നിന്നും ഓടിമാറിയില്ല. അവൾ ധൈര്യസമേതം ദൈവത്തിന് മുൻപിൽ ഇതാ നിൻ്റെ ദാസിയെന്ന് ഏറ്റുപറയുവാൻ കാണിച്ച തൻ്റെ ഇടത്തിനാണ്, ചങ്കൂറ്റത്തിനാണ് ഇന്ന് ലോകം അവളെ ദൈവമാതാവായി വണങ്ങുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സന്നദ്ധ പ്രകടനത്തിലൂടെ രക്ഷാകര ചരിത്രം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്, ആരംഭിക്കുകയാണ്. ഒരുപക്ഷെ ദൈവനിശ്ചയമെന്നതുപോലെ നാം ഒരു വർഷം ഇന്ന് ആരംഭിക്കുകയാണ്. നാം എത്രയോ കൃപ നിറഞ്ഞവരാണ്. പരിശുദ്ധ കന്യകാമറിയത്തോടൊപ്പം ഒരു വർഷം ആരംഭിക്കുക എന്നത്. ഒരുപക്ഷെ ഈ ലോകത്തിൽ ജീവൻ സംരക്ഷിക്കപ്പെടുന്നതിൽ ഒരുപടി മുന്നിൽ നിൽക്കുക അമ്മയുടെ സംരക്ഷണവും ആത്മത്യാഗവും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമ്മയെന്ന രണ്ടക്ഷരം ജീവൻ്റെ ആരംഭമായി തന്നെ നമുക്ക് കണക്കാക്കാം. ഈ ദിനത്തിൽ ദൈവനിശ്ചയമെന്ന പോലെ ഇന്ന് എല്ലാ അമ്മമാർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ അവർ പകർന്നു നൽകിയ സ്നേഹവും വാത്സല്യവും ത്യാഗമനോഭാവവും ഒക്കെ ഓരോ ജീവ സംരക്ഷണത്തിന് വേണ്ടിയുള്ള മുതൽക്കൂട്ടാണ്, ഒരു ആഹ്വാനമാണ്. ക്രിസ്തുവിലേറ്റം സ്നേഹം നിറഞ്ഞ സഹോദരരെ, ഇന്ന് നാം പരിശുദ്ധ അമ്മയോടൊപ്പം ഒരു പുതുവർഷം ആരംഭിക്കുമ്പോൾ ദൈവമാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവവചനത്തോട് ഉള്ള എൻ്റെ മനോഭാവം അമ്മയുടെ മനോഭാവത്തെ പോലെയാക്കി തീർക്കണമേ. അവ എൻ്റെ ജീവിതത്തിലൂടെ ദൈവിക ഹിതം ഭൂമിയിൽ നിറവേറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സന്നദ്ധരാക്കണമേ. ലോകം എന്ത് വിചാരിക്കും, എന്ത് കരുതുമെന്ന് കരുതി ദൈവവചനത്തിനെതിരെ സഞ്ചരിക്കുവാൻ എന്നെ അനുവദിക്കരുതേ. അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസനെന്ന് എളിമയോട് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിന് ഞങ്ങളെ തന്നെ ആത്മസമർപ്പണം ചെയ്യുവാൻ ഈ പുതുവർഷത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മയെ ഞങ്ങളിതാ ഒരു പുതുവർഷത്തിലേക്ക് സമർപ്പിക്കുകയാണ്. ഈ വർഷത്തെ മുഴുവനായി അമ്മയുടെ സംരക്ഷണതയിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ആരംഭിക്കുന്ന എല്ലാ ഉദ്യമങ്ങളിലും ഞങ്ങൾക്ക് വിജയം നൽകണമേ. ഈ വർഷം ഞങ്ങൾ കൂടുതൽ ദൈവഹിതം അറിഞ്ഞ് അവയ്ക്കനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സന്നദ്ധരാക്കണമേ. പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവവചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവ ഞങ്ങളുടെ ഹൃദയത്തിലും തിരുക്കുമാരനായി ജനിക്കട്ടെ. പരിശുദ്ധ അമ്മ യേശുവിനെ ലോകത്തിന് നൽകിയതുപോലെ
ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ ദൈവകുമാരൻ ഈ ലോകത്തിലേക്ക് ജനിക്കുവാൻ ഇടയാക്കണമേ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരരെ, നാം ഇന്ന് ഒരു പുതുവർഷം ആരംഭിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു പുതുവർഷ ആശംസകൾ നേരുകയാണ്. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.